വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെയിനി സാറ്റർഡേ ഇൻ മൈ ലൈഫാണ്. ചിലപ്പോൾ ചില ഭാഗങ്ങൾ മാത്രമാണ് കിട്ടുക. അപ്പം ഞാൻ കൂടുതൽ രേഖപ്പെടുപ്പിക്കുന്നില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ചിലപ്പോൾ അങ്ങനെ മാത്രം കിട്ടുള്ളൂ, നമുക്ക് പറയാൻ പറ്റില്ല. വീഡിയോൻ്റെ ലെങ്ത് എത്രയാണോ അത്രയും എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഗൈസ്, ലെറ്റ്സ് ഗോ ടു വീഡിയോ. ഗൈസ്, പുറത്താണെങ്കിൽ നല്ല മഴയുണ്ടോ. നല്ല മഴ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നല്ല മഴയൊന്നുമില്ല, എന്നാലും ചാറുന്നുണ്ട്. പുറത്തൊക്കെ നന്നായിട്ട് ചാറുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ശബ്ദം കേൾക്കാം. ഞാൻ റൂമിലാണ് കേട്ടോ ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ പതുക്കെ പറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. അവിടെ പുറത്താണെങ്കിൽ നല്ല മഴ. ഞാൻ ട്യൂഷനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ കഴിയുമ്പോൾ നല്ല മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. പക്ഷെ ഇപ്പോൾ ചാറുന്നുള്ളൂ. നിങ്ങൾക്ക് തന്നെ മുഖം കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ചാറുന്നുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ തുള്ളി വീഴുന്നുണ്ട്. എന്നാലും നമുക്ക് ശബ്ദം ക്ലിയറായിട്ട് കേൾക്കാം. ഗൈസ്, ഞാൻ കണ്ണൊരു പുതിയ സ്റ്റൈൽ ചെയ്തത് ഞാൻ തന്നെ ഉണ്ടാക്കിയ സ്റ്റൈലാണ്. എല്ലാവരും മാക്സിമം ചെയ്തിട്ടുള്ളൊരു സ്റ്റൈലാണ്. ഓക്കെ ഗൈസ്, ഞാൻ നിങ്ങളെല്ലാം കിടപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീട്ടിലോട്ട് വെക്കാം. റൂമിൻ്റെ പുറത്തിറക്കട്ടെ ഗൈസ്, കമാ. ഗൈസ്, അടുക്കളയ്ക്ക് വന്നപ്പോഴാണ് അമ്മ എഗ്ഗ് ബുൾസൈ അല്ല, അമ്മ അന്ന് ഇതേ ഡ്രസ്സാണ് ഇടലായിരുന്നു, മറ്റേ ചിക്കൻ കറിയുടെ റെസിപ്പി ഇട്ടുണ്ടായിരുന്നു. അതെ, അമ്മ പലരും ചോദിക്കണ്ടായിരുന്നു അമ്മേനെന്തിപ്പോ വീഡിയോയിലൊന്നും കാണാത്തേന്ന്. അത് ചിലവർ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഷോർട്സിലൊന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ചിക്കൻ റെസിപ്പി നല്ല രസമുണ്ട്, അമ്മ എന്താ ഇപ്പോൾ വീഡിയോയിലൊന്നും കാണാത്തേന്ന്. അവർക്ക് ഇങ്ങനത്തെ അമ്മയുടെ റെസിപ്പിയൊക്കെ കാണണം ഇനിയും. അപ്പോൾ നമുക്ക് ഈ ഒരു ചാനൽ കുക്കിംഗ് ചാനലാക്കിയാലോ? അമ്മ ഒരു പുതിയ ഫോൺ മേടിക്കും, എന്നിട്ട് ഈ ഫോൺ എനിക്കിതാ, എന്നിട്ട് അമ്മ ആ ഫോൺ എടുത്തോ, എന്നിട്ട് അതിലൊരു കുക്കിംഗ് ചാനൽ തുടങ്ങും. ദിസ് ഈസ് കുക്കിംഗ് ചാനൽ. ഇതിലിപ്പോൾ അമ്മയുള്ളതുകൊണ്ട് എന്തായാലും വ്യൂസും ലൈക്കൊക്കെ കൂടും. മുട്ട അറിയില്ല, കഴിഞ്ഞിട്ടുണ്ടാവും. വെയിറ്റ്. ഞാനൊരു പറഞ്ഞു നമ്മുടെ തൈര് അതിൻ്റെ പാക്കറ്റ് വെച്ചു. ഞാൻ പുതിയ പാക്കറ്റ് വെച്ചു ഒരാണെങ്കിൽ വിട്ടു. അയ്യോ, പിന്നെ നമുക്ക് തട്ടിട്ട് ഹോണി തരുന്നു. ഇങ്ങനെ പോയില്ല ഇമ്പോർട്ടൻ്റ് കാര്യമില്ല. ഇന്നലെ ചേച്ചിയുടെ ബർത്ത്ഡേ ഇത് പള്ളിയിൽ പക്ഷെ പള്ളിയിൽ വെച്ചിട്ട് അങ്ങനെ മധുരം ഫീൽ ചെയ്യില്ല. നേരത്തെ ചെയ്തിരിക്കുന്ന പറയാൻ പാടാം. ഇത് നമ്മൾ ചോറ് നിന്നത് വരെ കുറച്ച് നേരം കൂടിയുണ്ടോ നമ്മൾ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പോകുള്ളൂ. കാരണം ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാനാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ലോങ് വീഡിയോസൊന്നും ഞാൻ കൂടുതൽ ഇടുന്നില്ല. ജസ്റ്റ് ഒരു ലോങ് വീഡിയോ ഫോർ 10 more minutes. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇട്ടത്. ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് നടന്നു കണ്ട സമയത്ത് ഞാൻ ആലോചിച്ച ഒരു ലോങ് വീഡിയോ എടുക്കണം എന്നുള്ളത്.
ഞാൻ റെയിനി ഡേ അല്ലേ. കഴിക്കാൻ പറ്റില്ല. ഞാൻ ചോറ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാൻ ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഈ വീഡിയോ എടുത്തേന്ന് പോലും എനിക്കറിയില്ല. കുറച്ച് ഭാഗം ഉണ്ടാവുന്നില്ല ഞാൻ പറഞ്ഞത്, കുറച്ച് ഭാഗമൊക്കെ ആയില്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ കൂടുതൽ എടുക്കാതെ വെച്ചിട്ടാണോ, പക്ഷെ എഡിറ്റ് ചെയ്യുമ്പോഴേ പ്രശ്നം. കണ്ടിന്യൂഡ് ഇട്ടാൽ മതിയോ? ഓക്കെ, ഇത്രക്കുള്ള നമ്മുടെ വീഡിയോ. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം, എല്ലാ പരിപാടിയും കൂടി ആവാൻ പറ്റില്ലടോ, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറ്റുകയാണെങ്കിൽ ടു ബി കണ്ടിന്യൂഡ് ഇടാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു സാറ്റർഡേ ആവട്ടെ. ചിലപ്പോൾ മഴ പെയ്യാണെങ്കിലും വെയിൽ വരാണെങ്കിലും ഞാനത് ടു ബി കണ്ടിന്യൂഡ് ആയിട്ട് ഇടാം. ഓക്കെ, ജസ്റ്റ് ഉള്ളി ഗൈസ് ആ വീഡിയോ. മിക്സർ അവിടെ ഇരിക്കുന്നുണ്ടാവും. കേക്ക്സ് ദിസ് ഇസ് അൺഹെൽത്തി, ഡോണ്ട് ട്രൈ ഇറ്റ് എവറി ടൈം. ഓക്കെ, അതിൽ നീ നിന്റെ ശരീരം സെറ്റപ്പ് ബാക്കിയുള്ളവരെ ഉദ്ദേശിക്കാം. ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ബൈ. ദിസ് ഇസ് മീ സിലൻ സൈനിങ് ഔട്ട്. ബൈ.